എന്ത് മക്കളെ കടിച്ചു മാമൻ എന്ത് ഇന്നായപ്പോഴാ മക്കളെ മാമന് ഭയങ്കര വിശപ്പ്. എന്തായാലും ആയ ചോറാകുമ്പോൾ ഞാൻ അങ്ങ് കൊണ്ടുവരാം. മാമനോടെ പോയിരിക്കെ. എന്തൊരു മക്കളെ ദേഷ്യപ്പെടുന്നത് മക്കളെ? എന്തൊരു മീൻ നിന്ന് എന്തൊരു മക്കളെ സ്നേഹം കൊണ്ടല്ലേ? എന്ത് മക്കളെ മക്കൾ മാമനെ പേടിക്കുന്നത്? ഇവിടെ ഉള്ള എല്ലാ മക്കളുടെ അടുത്തും കാണിക്കും പോലെ തന്നെ മക്കളുടെ അടുത്ത് കാണിക്കുന്നത്. ബിന്ദുവും സ്നേഹയും സ്വപ്നയൊക്കെ മാമൻ്റെ അടുത്ത് വലിയ കാര്യം. അവർ മടിയിലിരുത്തിയാണ് മാമ അവരെ തലവടുന്നത്. മക്കൾ മാത്രം എന്തൊരു മക്കളെ ഇങ്ങനെ പെരുമാറുന്നത്? മാമ സ്നേഹം കൊണ്ടല്ലേ? മക്കൾ സ്വന്തം മോളില്ലാത്തതുകൊണ്ടല്ലേ മക്കളുടെ അടുത്ത് അങ്ങനെയൊക്കെ പെരുമാറുന്നത്? മക്കൾ എന്തായാലും ഇങ്ങനെ കാണിക്കുന്നത് മാമൻ്റെ അടുത്ത്? എന്ത് മക്കളെ നെഞ്ചി പടവിടെ അടിക്കുന്നത്? മാമ നോക്കട്ടെ നോക്കട്ടെ മാമി നോക്കട്ടെ നോക്കട്ടെ മക്കളെ നോക്കട്ടെ മക്കളെ. അയ്യോ വിടു മക്കളെ. അയ്യോ വിടു മക്കളെ. ഇതിപ്പോ നിന്റെ ഉദ്ദേശം എന്തെന്നാണ്? എനിക്ക് വേറെ ഉദ്ദേശമൊന്നുമില്ല. ഞാൻ വീട്ടിൽ പോകണം. അതിനു വേണ്ടി ഇപ്പൊ എന്തുണ്ടായിട്ടാണ് നീ ചെയ്യണേ? അതിനു വേണ്ടി ഒരു ഒന്നും ഉണ്ടായില്ലല്ലോ ഇവിടെ. ഞാൻ എന്തുണ്ടായെന്ന് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞല്ലേ? ഞാൻ പറഞ്ഞില്ല, അത് നിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ്. തെറ്റേത് ശരിയേതെന്ന് അറിയാനുള്ള പ്രായമൊക്കെ എനിക്കായി. എടി, നിനക്ക് വലിയച്ഛനെ കുറിച്ച് അറിഞ്ഞൂടാത്തോണ്ടാണ്. ഇത് നിനക്കറിയാമോ? എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എടി, ആ മനുഷ്യൻ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയും. പ്രത്യേകിച്ച് എൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് ഞങ്ങളെ നോക്കാൻ ആരുമില്ലായിരുന്നു. ആ മനുഷ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ജീവിക്കാൻ, ഞങ്ങളെ വളർത്തി ഇതുവരെ ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അയാൾ കല്യാണം കഴിക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല. അയാൾക്ക് ഞങ്ങളാണ് ലോകമെന്ന് പറഞ്ഞാണ് അയാൾ ജീവിച്ചത്, അല്ലാതെ അയാൾക്ക് കഴിവില്ലാത്തതുകൊണ്ടൊന്നുമല്ല. പിന്നെ നീ പറഞ്ഞില്ലേ തൊട്ടെന്നോ പിടിച്ചെന്നോ എന്തോ ഒക്കെ. ഇടി, അത് അയാൾ സ്നേഹം കൊണ്ടാണ്, അല്ലാതെ നീ ഉദ്ദേശിക്കും പോലെ വേറൊരു അർത്ഥത്തിലല്ല. ഞാൻ എൻ്റെ കൊച്ചിലെ മുതൽ കാണുന്നതാണ്. അയാൾക്ക് ഈ പെൺകുട്ടികളെന്ന് പറയുമ്പോൾ പ്രത്യേക വാത്സല്യമാണ്. അപ്പോൾ നമ്മുടെ കസിനൊക്കെ ഇല്ലേ ചെറുതിലെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അയാൾ കെട്ടിപ്പിടുത്തവും ഉമ്മം വയ്പ്പും അതൊക്കെ അത് അവരച്ഛൻ്റെ സ്നേഹം കൊണ്ടാണ്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. നീ കരുതും പോലെ ഒന്നുമല്ല. അവർക്ക് അത് ചെറുതെന്നോ വലുതെന്നോ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഏത് പെൺകുട്ടികളെ കണ്ടാലും വലിയവരെ കണ്ടാലും ചെറിയവരെ കണ്ടാലും അയാൾ അങ്ങനെയാണ്. അത് സ്നേഹം കൊണ്ടാണ്. അവരോടുള്ള സ്നേഹമൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ഞാനൊക്കെ കൊതിച്ചിട്ടുണ്ട്. പക്ഷേ ചില അച്ഛന്മാർക്ക് അങ്ങനെയാണ്, പെൺകുട്ടികളോടായിരിക്കും അവർക്ക് കൂടുതൽ സ്നേഹം. നമ്മളെയൊക്കെ ഒന്ന് അകറ്റി തന്നെ നിർത്തും. അത് ഈ പറയുമ്പോൾ നീ ഉദ്ദേശിക്കും പോലെയൊന്നും അല്ല. ഇവരാരും ഈ പറഞ്ഞ പോലത്തെ ഒരു തെറ്റും പറഞ്ഞിട്ടില്ല, കുറ്റവും പറഞ്ഞിട്ടില്ല. നിനക്ക് മാത്രം അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. അവർക്ക് തോന്നിയില്ലേന്നൊന്നും എനിക്കറിയില്ല. എനിക്കത് തോന്നി, അത് ഞാൻ ചേട്ടനോട് പറഞ്ഞു. പിന്നെ ഈ തൊടലും പിടിക്കലും ഒക്കെ മനസ്സിലാക്കാനുള്ള പ്രായം ആയതിനു ശേഷമാണ് എൻ്റെ വീട്ടുകാർ എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടത്. പിന്നെ ചേട്ടൻ വാദോരാതെ പറഞ്ഞില്ലേ ഈ സ്നേഹവും വാത്സല്യവും ഒക്കെ എല്ലാ കുടുംബത്തിലും കാണും. ഇതുപോലെ കുറെ ചേട്ടന്മാരും മാമന്മാരും കൊച്ചച്ചന്മാരും വല്യച്ഛന്മാരും. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അത് ഭയങ്കര സ്നേഹവും വാത്സല്യവും ഒക്കെ ആയിരിക്കും. എടുത്ത് മടി വെക്കുക, താലോലിക്കുക, കൊഞ്ചിക്കുക, ഉമ്മ കൊടുക്കുക. പക്ഷെ അത് അനുഭവിച്ചവർക്ക് മാത്രം അറിയാവൂ അതിൻ്റെ ഒരു വിഷമം. അത് വേറൊന്നും അല്ല, ഇതൊരു ഞരമ്പ് രോഗമാണ്. അതാ നിങ്ങളുടെ വല്യച്ഛന്. ഇത് ഒരു വട്ടമല്ല, കുറെ വട്ടം ഞാൻ ചേട്ടനോട് പറയുന്നു. ഇനി ചിലപ്പോൾ ഒരു ദിവസം ഇത് അതിര് കടന്നു പോവും. ഒന്നെങ്കിൽ അയാൾ ഇവിടെ വേണം, ഇല്ലെങ്കിൽ ഞാൻ. ഇത് രണ്ടും അല്ലെങ്കിൽ നമുക്ക് വേറെ വീടെടുത്ത് താമസിക്കാം. നീ ചേട്ടനത് സമ്മതം അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാ. ചേട്ടൻ എന്ന് എന്നെ മനസ്സിലാക്കി തിരിച്ചു വിളിക്കുന്നു
അന്ന് ഞാൻ തിരിച്ചു വരും. പക്ഷെ അന്ന് അയാൾ ഇവിടെ പാടില്ല.